അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന് കരുത്തേകി വീണ്ടും ഒരു കാശി തമിഴ് സംഗമം. ഉത്തർപ്രദേശ് വാരാണസിയിലെ നമോഘാട്ടിൽ നടക്കുന്ന കാശി തമിഴ് സംഗമം 2023 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. തമിഴ്നാട്ടിൽ നിന്നും പുതുച്ചേരിയിൽ നിന്നുമുള്ള 1400-ലധികം പേരാണ് ഇത്തവണ കാശി തമിഴ് സംഗമത്തിന്റെ ഭാഗമായത്. സംഗമം ഈ മാസം 30-ന് സമാപിക്കും. ഇന്ത്യൻ നാഗരികതയുടെ കാലാതീതമായ കേന്ദ്രങ്ങളായ കാശിയുടെയും തമിഴ്നാടിന്റെയും ഒത്തുചേരലാണ് കാശി തമിഴ് സംഗമം. രാജ്യത്തിന്റെ വടക്കും തെക്കും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തൽ, കാശിയുടെയും തമിഴ്നാടിന്റെയും സാംസ്കാരിക അടുപ്പത്തെക്കുറിച്ചുള്ള ബോധവത്കരണം എന്നിവയാണ് കാശി തമിഴ് സംഗമം ലക്ഷ്യമിടുന്നത്. സംഗമത്തിന്റെ 2ാം പതിപ്പിനാണ് കഴിഞ്ഞ ഞായറാഴ്ച പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ചടങ്ങിൽ കന്യാകുമാരി വാരാണസി തമിഴ് സംഗമം ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി തിരുക്കുറൽ, മണിമേഖലയെ തുടങ്ങിയ ഇതിഹാസ തമിഴ് സാഹിത്യകൃതികളുടെ വിവിധ ഭാഷകളിലേക്കും ബ്രെയിൽ ലിപിയിലേക്കുമുള്ള വിവർത്തനങ്ങളും പ്രകാശനം ചെയ്തു. കാശി തമിഴ് സംഗമത്തിന് മികച്ച പ്രതികരണമാണ് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലഭിച്ചതെന്നും ദിനംപ്രതി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ യാത്രയിൽ അണിചേരുന്നതെന്നും ഉദ്ഘാടന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. मेरे परिवारजनों, पिछले वर्ष काशी तमिल संगमम शुरू होने के बाद से ही इस यात्रा में दिनों दिन लाखों लोग जुड़ते जा रहे हैं. विभिन्न मठों के धर्मगुरु, स्टूडेंट, तमाम कलाकार, साहित्यकार, शिल्पकार, प्रोफेशनल्स, कितने ही क्षेत्र के लोगों को इस संगमम से आपसी संवाद और संपर्क का एक प्रभावी मंच मिला है. സംഗമം വിജയിപ്പിക്കാൻ ബനാറസ് ഹിന്ദു സർവകലാശാലയും IIT മദ്രാസും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. കാശിയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം വൈകാരികവും ക്രിയാത്മകവുമാണ് എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കാശി തെലുങ്ക് സംഗമം, സൗരാഷ്ട്ര കാശി സംഗമം തുടങ്ങിയ സമ്മേളനങ്ങൾ പോലെ തന്നെ കാശി തമിഴ് സംഗമവും ഏകഭാരതം ശ്രേഷ്ഠഭാരതം ആശയത്തിന് കൂടുതൽ ശക്തി പകരുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ എല്ലാ രാജ്ഭവനുകളിലും മറ്റ് സംസ്ഥാന രൂപീകരണ ദിനങ്ങൾ ആഘോഷിക്കുന്ന പുതിയ പാരമ്പര്യവും പുതിയ പാർലമെന്റിൽ ചെങ്കോൾ സ്ഥാപിച്ചതും അതേ ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. श्रेष्ठ भारत की ये भावना उस समय भी नजर आई जब हमने संसद के नए भवन में प्रवेश किया. नए संसद भवन में पवित्र सेंगोल की स्थापना की गई है. आदिनम के संतों के मार्गदर्शन में यही सेंगोल 1947 में सत्ता के हस्तांतरण का प्रतीक बना था. एक भारत श्रेष्ठ भारत की भावना का यही प्रवाह है जो आज हमारे राष्ट्र की आत्मा को सींच रहा है. ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്വത്വം ആത്മീയ വിശ്വാസങ്ങളിൽ വേരൂന്നിയതാണ്. ആദി ശങ്കരാചാര്യരെയും രാമാനുജനെയും പോലുള്ളവരുടെ യാത്രകൾക്ക് ഇന്ത്യയെ ഒന്നിപ്പിക്കാനും ദേശീയ അവബോധം ഉണർത്താൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
തമിഴ്നാട്ടിൽ നിന്നുള്ള അധീന സന്യാസിമാരും നൂറ്റാണ്ടുകളായി കാശിയിലേക്ക് യാത്ര ചെയ്യുന്നതായും അദ്ദേഹം അനുസ്മരിച്ചു. हम भारतवासी एक होते हुए भी बोलियां, भाषाओं, वेशभूषा, खान पान, रहन सहन कितनी ही विविधता से भरे हुए हैं. भारत की ये विविधता उस आध्यात्मिक चेतना में रची बसी है जिसके लिए तमिल में कहा गया है, निरेलाम गंगे निलमेलाम काशी. ये वाक्य महान पांड्य राजा पराक्रम पांड्यन का है. इसका अर्थ है हर जल गंगा जल है, भारत का हर भूभाग काशी है. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിന്ദിയിലെ പ്രസംഗം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തത്സമയം തമിഴിലും ലഭ്യമാക്കിയത് ഏറെ ശ്രദ്ധേയമായി. ഈ സാങ്കേതിക പുരോഗതിയെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രത്യേക പരാമർശവും നടത്തി. आज यहाँ आर्टिफिशियल इंटेलिजेंस के माध्यम से टेक्नोलॉजी का नया प्रयोग भी हुआ है. ये एक नई शुरुआत हुई है और उम्मीद है इससे आप तक मेरी बात पहुंचना और आसान हुआ है. കാശി തമിഴ് സംഗമത്തിലൂടെ രാജ്യത്തെ യുവാക്കൾക്കിടയിൽ പുരാതന പാരമ്പര്യത്തോടുള്ള താൽപര്യം വർദ്ധിച്ചതിലുള്ള സന്തോഷവും പ്രധാനമന്ത്രി പങ്കിട്ടു. തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രൊഫഷണലുകൾ, ആത്മീയ ഗുരുക്കൾ, കർഷകരും കരകൗശല വിദഗ്ധരും, എഴുത്തുകാർ, വ്യാപാരികളും വ്യവസായികളും അടങ്ങുന്ന 7 സംഘങ്ങളാണ് സംഗമത്തിൽ പങ്കെടുക്കുവാൻ കാശിയിലെത്തിയത്. പരിപാടിയുടെ നോഡൽ ഏജൻസി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും നിർവഹണ ഏജൻസി IIT മദ്രാസും ബനാറസ് ഹിന്ദു സർവകലാശാലയുമാണ്. സാംസ്കാരിക, വിനോദസഞ്ചാരം, റെയിൽവേ, ടെക്സ്റ്റൈൽസ്, ഭക്ഷ്യ സംസ്കരണം, MSME, വാർത്താ വിതരണ പ്രക്ഷേപണം, നൈപുണ്യ വികസനവും സംരംഭകത്വവും എന്നീ കേന്ദ്ര മന്ത്രാലയങ്ങളും ഉത്തർപ്രദേശ് സർക്കാരിന്റെ അനുബന്ധ വകുപ്പുകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാടിന്റെയും കാശിയുടെയും കലയും സംസ്കാരവും, കൈത്തറി, കരകൗശല വസ്തുക്കൾ, പാചകരീതികൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. സാഹിത്യം, പ്രാചീന ഗ്രന്ഥങ്ങൾ, തത്വചിന്ത, ആത്മീയത, സംഗീതം, നൃത്തം, നാടകം, യോഗ, ആയുർവേദം, കൈത്തറി, കരകൗശല വസ്തുക്കൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഉള്ള സെമിനാറുകൾ, ചർച്ചകൾ, പ്രഭാഷണങ്ങൾ സംഗമത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കാശിയിലെ നമോഘട്ടിൽ തമിഴ്നാടിന്റെയും കാശിയുടെയും സംസ്കാരങ്ങൾ സമന്വയിപ്പിച്ചുള്ള സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. കാശി തമിഴ് സംഗമം ഇരു പ്രദേശങ്ങളും തമ്മിലുള്ള അതിപുരാതന ബന്ധം ആഘോഷിക്കുമ്പോൾ ഊട്ടിയുറപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യം കൂടിയാണ്. രണ്ടായിരത്തി 47 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള ദൃഢനിശ്ചയം ജനങ്ങളിലേക്ക് പകർന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര അതിൻ്റെ പ്രയാണം തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുണഭോക്താക്കളുമായുള്ള ആശയവിനിമയം ഈ ദൃഢനിശ്ചയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. ഇത്തവണ കോഴിക്കോട് മാവൂരിലെ കർഷകനും പ്രധാനമന്ത്രിയുടെ സംവാദ പരിപാടിയുടെ ഭാഗമായി. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ സാന്നിധ്യം മറ്റൊരു സുപ്രധാന സംഭവമായി. കേരളത്തിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ നഗര പര്യടനത്തിന് തുടക്കം കുറിച്ചതും ഈ ആഴ്ചയായിരുന്നു.
കേന്ദ്ര സർക്കാർ പദ്ധതികളെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ്. കൂടെ ആത്മനിർഭർ ഭാരതത്തിലൂടെ വികസിത ഭാരതം എന്ന ഉറപ്പും. രാജ്യത്തെ ജനങ്ങൾ വികസിത് ഭാരത് സങ്കല്പ് യാത്രയെ ആവേശപൂർവ്വം ഏറ്റെടുത്തതായും പലരും വികസിത് ഭാരതത്തിന്റെ അംബാസിഡർമാരായി മാറിയെന്നും ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, विकसित भारत संकल्प यात्रा को हरी झंडी भले ही मोदी ने दिखाई है, लेकिन सच्चाई ये है कि आज देशवासियों ने इस यात्रा की कमान संभाल ली है. और अभी जिन लाभार्थियों से मैं बात कर रहा था, उनसे संवाद से दिखता है कि देश का जन मन इस यात्रा को लेकर कितना ज्यादा उत्साहित है. एक जगह जहां पर यात्रा खत्म होती है, वहां से दूसरे गांव या शहर के लोग इस यात्रा की अगुवाई करने लग जाते हैं. വികസിത ഇന്ത്യയെ നിർണ്ണയിക്കുന്നതിൽ നഗരങ്ങളുടെ പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു. രാജ്യത്തെ നൂറുകണക്കിന് ചെറുനഗരങ്ങൾ വികസിത ഇന്ത്യയുടെ മഹത്തായ സൗധത്തിന് കരുത്തേകാൻ പോകുന്നു. ചെറുനഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്ന അമൃത് സ്മാർട്ട് സിറ്റി പദ്ധതികൾ ജീവിതം സുഗമമാക്കൽ ലക്ഷ്യമിടുന്നു. കഴിഞ്ഞ 10 വർഷമായി ആധുനിക പൊതുഗതാഗത സംവിധാനത്തിൽ നേടിയ പുരോഗതി സമാനതകളില്ലാത്തതാണ്. 15 പുതിയ നഗരങ്ങൾക്ക് മെട്രോ സേവനം ലഭിച്ചുവെന്നും 27 നഗരങ്ങളിൽ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. आधुनिक पब्लिक ट्रांसपोर्ट के लिए जो काम बीते 10 वर्षों में हुआ है, वो अतुलनीय है. आप कल्पना कर सकते हैं कि 10 वर्ष से भी कम समय में 15 नए शहरों तक मेट्रो सेवा का विस्तार हुआ है. आज कुल मिलाकर 27 शहरों में या तो मेट्रो चल चुकी है या फिर मेट्रो पर काम चल रहा है. बीते वर्षों में देश के शहरों में इलेक्ट्रिक बसें चलाने के लिए भी केंद्र सरकार ने हजारों करोड़ रुपए खर्च किए हैं. പരിപാടിയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി സംവദിച്ചത്. കോഴിക്കോട് നിന്നുള്ള ധർമ്മരാജൻ കൂടാതെ ഷിംല റോഹുവിൽ നിന്നുള്ള കുശ്ല ദേവി, അസം സ്വദേശിനി കല്യാണി രാജ്ബോക്ഷി, മുംബൈയിൽ നിന്നുള്ള മേഘ്ന എന്നിവരും പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. കർഷകനായ ധർമ്മരാജന് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ, PM കിസാൻ സമ്മാൻ നിധി, PM ജീവൻ ജ്യോതി ഭീമാ യോജന, PM സുരക്ഷാ ഭീമാ യോജന എന്നിവയുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരം ആനുകൂല്യങ്ങളുടെ ലഭ്യതയെക്കുറിച്ചും അവയുടെ ഗുണഫലങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. ഇതിന് മറുപടിയായി വളങ്ങളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും ലഭ്യത ഉൾപ്പെടെ കാർഷിക മേഖലയിലെ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ധർമ്മരാജൻ വിശദീകരിച്ചു. തന്റെ പെൺമക്കളെ പഠിപ്പിക്കുകയും പണം നന്നായി വിനിയോഗിക്കുകയും ചെയ്ത ധർമ്മരാജൻ പുരോഗമനവാദിയായ കർഷകനാണെന്നും അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. चलिए, आपने बहुत जीवन में प्रगति की है. धर्मा जी, आपसे बात करके बहुत अच्छा लगा. आप एक प्रगतिशील किसान भी हैं, आप बेटियों को पढ़ा भी रहे हैं, आप मेहनत भी बहुत करते हैं. आपका जीवन सच में प्रेरणा देने वाला है. पैसों का सही उपयोग कैसे करना, ये आपने करके दिखाया है. ഷിംലയിലെ കുശ്ലാദേവി പങ്കുവച്ചത് ജീവിത പ്രശ്നങ്ങൾ മറികടന്ന് സ്വന്തമാക്കിയ നേട്ടങ്ങളായിരുന്നു. 2 കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തുന്ന അമ്മയായ കുശ്ലാദേവി ഒരു വീട് നിർമ്മിക്കുന്നതിനായി PM ആവാസ് യോജനയിലൂടെ ധനസഹായം ലഭിച്ചു. ജീവിത പ്രശ്നങ്ങളിൽ പരാജയം സമ്മതിക്കാത്തതിന് കുശ്ലാദേവിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഈ മനോഭാവം നിലനിർത്താനും ഉപകാരപ്രദമായ മറ്റ് കേന്ദ്ര പദ്ധതികളുടെ സഹായം പ്രയോജനപ്പെടുത്തുവാനും പ്രധാനമന്ത്രി കുശ്ലാദേവിയോട് ആവശ്യപ്പെട്ടു. अच्छा कुशला जी, जीवन में आए संकट के बावजूद भी आपने काफी हिम्मत से काम लिया, खुद को संभाला, परिवार का सहारा बनी और अच्छा काम भी कर रही, स्वाभिमान से जी रही है. आप ऐसे ही हिम्मत बनाए रखिए और ये सरकार की कई योजनाएं हैं जो आपको, आपके बच्चों के जीवन में बहुत काम आ सकते हैं.
ये जो मोदी की गारंटी वाली गाड़ी आई है ना, वहाँ से आपको सारी जानकारियाँ मिलेगी और सरकार हमेशा आपके साथ है। സ്വാനിധി ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് 1000 തെരുവ് കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിച്ച അനുഭവങ്ങളാണ് അസം സ്വദേശിനി കല്യാണി രാജ്ബോക്ഷി പറഞ്ഞത്. സ്വയം സഹായ സംഘം നടത്തുകയും ഏരിയ തല ഫെഡറേഷനും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും രൂപീകരിക്കുകയും ചെയ്ത ഗുവാഹത്തിയിൽ നിന്നുള്ള ഒരു വീട്ടമ്മയാണ് കല്യാണി രാജ്ബോക്ഷി. ഒരു സ്ത്രീ സ്വയം പര്യാപ്തയാകുമ്പോൾ സമൂഹത്തിന് വലിയ നേട്ടമുണ്ടാകുമെന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് കല്യാണി രാജ്ബോക്ഷി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. आप उदाहरण है कि जब हमारे देश की महिला आत्मनिर्भर हो तो समाज को कितना फायदा होता है. മുദ്ര യോജനയിലൂടെ ആരംഭിച്ച കാറ്ററിംഗ് ബിസിനസിനെ കുറിച്ചാണ് മുംബൈയിൽ നിന്നുള്ള മേഘ്ന സംസാരിച്ചത്. ഭാവിയിലും വായ്പകൾക്ക് അപേക്ഷിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച മേഘ്ന തന്റെ കാറ്ററിംഗ് ബിസിനസ്സിൽ 25 സ്ത്രീകൾ ജോലി ചെയ്യുന്നതും പ്രധാനമന്ത്രി അറിയിച്ചു. അതോടൊപ്പം പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ തയ്യൽ പരിശീലനം നേടിയതിനെക്കുറിച്ചും യുഎസിലേക്കും കാനഡയിലേക്കും കൈകൊണ്ട് നിർമ്മിച്ച ചെറുകിടക്കകൾ കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ചും മേഘ്ന വിശദീകരിച്ചു. മേഘ്നയുടെ വിജയങ്ങൾ അവൾക്ക് മാത്രമല്ല മറ്റ് സ്ത്രീകൾക്കും ഒരു അനുഗ്രഹമാണെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി അത്തരം നിശ്ചയദാർഢ്യമുള്ള ആളുകളെ സേവിക്കുവാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഊന്നിപ്പറയുകയും ചെയ്തു. हमारे देश की आत्मनिर्भर महिला सिर्फ अपने लिए ही नहीं बल्कि दूसरों के लिए भी वरदान साबित हो सकती है. आपने ना सिर्फ अपना काम आगे बढ़ाया बल्कि दूसरे लोगों की भी चिंता की है. हमारी सरकार आप जैसे दृढ़ निश्चयी ऐसे लोगों की मदद करने के लिए लगातार कोशिश कर रही है. പരിപാടിയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, മിസോറാം എന്നിവിടങ്ങളിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ സംവാദ പരിപാടിയോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗലപുരം പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ സഹായം കഴിഞ്ഞ 10 വർഷമായി യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. So to make India develop by 2047, every one of our commitment and sankalpa to achieve that destination is required. Now this van which is going about with all the details of what activities have happened from 2014 till today, in order that all people of this country, without any differentiation, all people of this country get all basic amenities. There is no this one gets, that one doesn't get. Everyone who deserves to get something, a particular scheme, will get it. In another scheme, some other set. So like that, for each scheme, whoever has got to get the benefit will get it. And between 2014 and today, in most programs, in most areas, near saturation has been achieved. അഴിമതിയുടെ ഒരു ആരോപണം പോലും ഇല്ലാതെ സുതാര്യമായാണ് പദ്ധതിയുടെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. രാജ്യത്തെ എല്ലാ പൗരന്മാരിലേക്കും വേർതിരിവില്ലാതെ വികസന പദ്ധതികൾ എത്തിക്കുക എന്നതാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യം. രാജ്യം മുന്നോട്ട് വെച്ച വികസിത സങ്കല്പത്തിന്റെ ആശയം നാം ഓരോരുത്തരും ഉൾക്കൊള്ളണമെന്നും 2047 യാത്രയിൽ നാം ഓരോരുത്തരും സംഭാവന ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങൾക്കിടയിൽ വൻ ജനപ്രീതി നേടി സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ. 2017 ആരംഭിച്ച സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ കഴിഞ്ഞ 5 എഡിഷനുകളിൽ വ്യത്യസ്ത മേഖലകളിലായി നിരവധി നൂതനാശയങ്ങളാണ് ഉയർന്നു വന്നത്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2023 ഗ്രാൻഡ് ഫിനാലെ ഈ മാസം 19 മുതൽ 23 വരെ രാജ്യത്തെ 48 നോഡൽ കേന്ദ്രങ്ങളിലായി നടന്നു. ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുത്തവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. യുവതലമുറ നയിക്കുന്ന വികസനം എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി വിദ്യാർത്ഥികൾക്ക് വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും മറ്റ് സ്ഥാപനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു വേദിയാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ. യുവജന പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2023. ഈ വർഷത്തെ ഹാക്കത്തോണിൽ 44,000 ടീമുകളിൽ നിന്ന് 50,000-ലധികം ആശയങ്ങൾ ലഭിച്ചു.
സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിന്റെ ആദ്യ പതിപ്പിനെ അപേക്ഷിച്ച് ഏകദേശം 7 ഇരട്ടിയാണിത്. ഗ്രാൻഡ് ഫിനാലെയിൽ 12,000-ലധികം പേരാണ് പങ്കെടുത്തത്. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ, ജയ് അനുസന്ധാൻ എന്ന തത്വവുമായി 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ മുന്നേറുകയാണെന്ന് ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുത്തവരോട് സംവദിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിലൂടെ രാജ്യത്തിന്റെ യുവശക്തി വികസിത ഇന്ത്യയ്ക്കായി പ്രതിവിധികൾ കണ്ടെത്തുകയാണ്. ആഗോള വെല്ലുവിളികൾക്കായി ചെലവ് കുറഞ്ഞതും ഗുണമേന്മയുള്ളതും സുസ്ഥിരവുമായ പ്രതിവിധികൾ ഇന്ത്യ കണ്ടെത്തുമെന്ന് ഇന്ന് ലോകത്തിന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. साथियों, आज पूरी दुनिया की नजरें आप जैसे यंग माइंड्स पर टिकी है. दुनिया को विश्वास है कि भारत में उसे ग्लोबल चैलेंजेस का लो कॉस्ट, क्वालिटी, सस्टेनेबल और स्केलेबल सॉल्यूशन मिलेगा. 25 മന്ത്രാലയങ്ങൾ പോസ്റ്റ് ചെയ്ത 231 പ്രശ്നങ്ങൾക്കാണ് ഇത്തവണ വിദ്യാർത്ഥികൾ പരിഹാരം കണ്ടെത്തിയത്. ബഹിരാകാശ സാങ്കേതിക വിദ്യ, സ്മാർട്ട് എഡ്യൂക്കേഷൻ, ദുരന്ത നിവാരണം, പൈതൃകം, സംസ്കാരം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രശ്നപരിഹാരം കണ്ടെത്താൻ ഗ്രാൻഡ് ഫിനാലേക്കായി. ഈ വർഷം മൊത്തം 1282 ടീമുകളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. കൽക്കരി മന്ത്രാലയത്തിന്റെ ഗതാഗതവും ലോജിസ്റ്റിക്സും എന്ന വിഷയത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയ മൈസൂരിലെ ദേശീയ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സോയ്കത് ദാസ്, പ്രോതിക് സാഹ എന്നിവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. റെയിൽവേ ചരക്കുകൾക്കായുള്ള IoT അധിഷ്ഠിത സംവിധാനമാണ് അവർ ഒരുക്കുന്നത്. ഹാക്കത്തോൺ തനിക്കും പഠനാവസരമാണെന്നും പങ്കെടുക്കുന്നവരുമായി സംവദിക്കാൻ താൻ എപ്പോഴും ഉത്സുകനാണെന്നും പ്രധാനമന്ത്രി അവരോട് പറഞ്ഞു. स्मार्ट इंडिया हैकाथॉन में मेहनत आप लोग करते हैं, लेकिन सीखने का अवसर मुझे भी मिलता है. इसलिए मैं कोशिश करता हूं कि जब भी स्मार्ट इंडिया हैकाथॉन हो रहा हो, आपसे संवाद जरूर करूं. आज भी आप सुबह से ही जुटे हैं. इसके बावजूद आपके चेहरे पर एक ताजगी है, एक उत्साह है. यही ताजगी, यही उत्साह, यही आत्मविश्वास नेशन बिल्डिंग की इच्छा शक्ति आज भारत की युवा शक्ति की पहचान बन चुकी है. റെയിൽവേ കൽക്കരി വാഗണുകളുടെ അമിതഭാരം നഷ്ടത്തിനോ പിഴയ്ക്കോ കാരണമാകുന്ന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി ബംഗ്ലാദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘം പ്രധാനമന്ത്രിയെ അറിയിച്ചു. അഹമ്മദാബാദിലെ ഗുജറാത്ത് സാങ്കേതിക സർവകലാശാലയിലെ തിവാരി ഹർഷിത എസ്, ജേത്വ JP എന്നിവർ ചന്ദ്രയാൻ 3 നിന്നും ലഭിച്ച മീഡിയം റെസല്യൂഷൻ ചിത്രങ്ങൾ ഇമേജ് പ്രോസസ്സിംഗും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ച് സൂപ്പർ റെസല്യൂഷൻ ചിത്രങ്ങളാക്കി മാറ്റി. അതുപയോഗിച്ച് ചന്ദ്രന്റെ ദുർബല മേഖലകളെ ഉൾപ്പെടുത്തി ഭൂപടമൊരുക്കുന്നതിനുള്ള പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു. ഭാവി ദൗത്യങ്ങൾക്ക് കൃത്യമായ സഞ്ചാരപാത നിർണ്ണയിക്കാനും സുരക്ഷിതമായ ഇറങ്ങലും സാധ്യമാക്കാൻ ഈ പദ്ധതി സഹായിക്കും. ചന്ദ്രയാൻ 3ന്റെ വിജയത്തിന് ശേഷം ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി ലോകത്തിന് പ്രതീക്ഷയുടെ കിരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. भारत का स्पेस प्रोग्राम आज पूरी मानवता के लिए उम्मीद की किरण बन चुका है. जी सर. चंद्रयान 3 ने भारत को चंद्रमा पर लैंड कराया. ये सफलता सिर्फ इतनी ही नहीं है, इसने भारत के प्रति दुनिया का नजरिया ही बदल दिया. दुनिया में ये भाव और सशक्त हुआ है कि भारत कुछ भी कर सकता है. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലേക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അനുയോജ്യമായ കാലഘട്ടമാണിത്. യുവാക്കൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. അസമിൽ ഗുവാഹത്തിയിലെ അസം റോയൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള രേഷ്മ മസ്തുദ ആര് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഭാഷിണി ഉപയോഗിച്ചാണ് പ്രധാനമന്ത്രിയുമായി സംവദിച്ചത്. തത്സമയ വിവർത്തനത്തിനുള്ള ഭാഷിണി സംവിധാനം ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ആദ്യമായാണ് ഉപയോഗിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രേഷ്മയും അവരുടെ സംഘവും ഏകഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വെബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ജലവൈദ്യുത നിലയങ്ങളിലെ ഘടകങ്ങളുടെ ഇൻപുട്ട് അധിഷ്ഠിത AI ജനറേറ്റീവ് ഡിസൈനുകൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനത്തിലാണ് അവരുടെ ടീം ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയെ ഊർജ്ജ സ്വാശ്രയ രാജ്യമാക്കുമെന്നും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായകരമാകും. വികസിത ഇന്ത്യയിലേക്കുള്ള കുതിപ്പിൽ വൈദ്യുതി മേഖല പ്രധാന പങ്ക് വഹിക്കുന്നതായും
ഈ മേഖലയെ നിർമ്മിത ബുദ്ധിയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. पावर सेक्टर और आर्टिफिशियल इंटेलिजेंस, ये दोनों भारत के फ्यूचर को शेप करने के लिए बहुत जरूरी है. इसलिए इन दोनों को कनेक्ट करने के रास्ते हमें खोजने ही होंगे. पावर प्रोडक्शन के साथ साथ पावर ट्रांसमिशन और कंजम्पशन की मॉनिटरिंग, इसमें भी एफिशिएंसी की बहुत अधिक जरूरत है. इसमें एआई बेस्ड सॉल्यूशन को कैसे इंट्रोड्यूस किया जा सकता है, इस तरफ भी आपको जरूर सोचना चाहिए. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തി പരിഹാരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള NTROയുടെ ബ്ലോക്ക് ചെയിൻ സൈബർ സെക്യൂരിറ്റിയിൽ പ്രവർത്തിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലെ നോയിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ഋഷഭ് എസ് വിശ്വാമിത്ര. സൈബർ തട്ടിപ്പിന്റെ അനുദിനം വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി പുതിയ സാങ്കേതിക വിദ്യകളുടെ പശ്ചാത്തലത്തിൽ ഉയർന്ന ജാഗ്രതയുടെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. ജനറേറ്റീവ് AI മുഖേനയുള്ള ഡീപ് ഫേക്ക് വീഡിയോകൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. AIക്ക് ഒരു ആഗോള ചട്ടക്കൂട് സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ സംഘടിത പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു. आप सब जनरेटिव AI से बन रहे डीप फेक वीडियोस के बारे में जानते हैं, जो एकदम देखने वाले को एकदम असली दिखते हैं. इसलिए हमें किसी भी वीडियो या फोटो पर विश्वास करने से पहले अधिक सतर्क होने की जरूरत है. भारत AI को लेकर एक ग्लोबल फ्रेमवर्क बनाने पर भी जोर दे रहा है. ഒഡീഷയിലെ സാമ്പൽപൂരിലെ വീർ സുരേന്ദ്ര സായി സാങ്കേതിക സർവകലാശാലയിലെ അങ്കിത് കുമാറും സയ്യിദ് സിദ്ദിഖി ഹുസൈനും കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഇന്നൊവേഷനിൽ പ്രവർത്തിക്കുന്നു. സുപ്രധാന മേഖല തിരഞ്ഞെടുത്തതിന് സംഘത്തെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഇന്ത്യ വികസിതമാകുന്നതിന് യുവാക്കളുടെ മാനസികാരോഗ്യം പ്രാധാന്യമാണെന്നും പറഞ്ഞു. രാജ്യത്തിന്റെ യുവശക്തിയിൽ വിശ്വാസം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി ഏത് പ്രശ്നത്തിനും പരിഹാരം കാണുമ്പോൾ വികസിത ഭാരതം എന്ന ദൃഢനിശ്ചയം മനസ്സിൽ സൂക്ഷിക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. आजादी का अमृत काल यानी आने वाले 25 साल देश के साथ आपकी लाइफ को भी ये समय एक तरफ 2047 की तरफ की यात्रा और दूसरी तरफ आपके जीवन पूर्ण महत्व के महत्वपूर्ण वर्षों की यात्रा, दोनों साथ साथ है. भारत को विकसित बनाने के लिए हम सभी को मिलकर काम करना है और इसमें आप सभी का सबसे बड़ा लक्ष्य होना चाहिए भारत की आत्मनिर्भरता. हमारा भारत आत्मनिर्भर कैसे बने, आपका लक्ष्य होना चाहिए कि भारत को कोई भी टेक्नोलॉजी इंपोर्ट न करनी पड़े, किसी भी टेक्नोलॉजी के लिए दूसरों पर निर्भर रहना न पड़े. സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമായി മാറിയിരിക്കുന്നു. ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെയും ഹൈഡ്രജൻ ഊർജ്ജ മേഖലയിലെയും ഇന്ത്യയ്ക്ക് ഉയർന്ന അഭിലാഷങ്ങളാണ് ഉള്ളത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ യുവതലമുറ ആവേശത്തോടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകുമ്പോൾ വികസിത ഭാരതം ഇനി വിദൂരമല്ല. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡിന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇടുക്കിയിലെ നെയ്യശ്ശേരി അഗ്രോ ഫുഡ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ പ്രവർത്തനം ഒട്ടനവധി കർഷകർക്ക് പ്രയോജനകരമാകുന്നു. സാധാരണക്കാരുടെ കാർഷിക വിഭവങ്ങൾ സമാഹരിച്ച് മായം കലർത്താതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിച്ച് കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുകയാണ് കമ്പനി ചെയ്യുന്നത്.
2016 നെയ്യശ്ശേരിയിലെയും പരിസരങ്ങളിലെയും 521 കർഷകരിൽ നിന്ന് ഓഹരിയായി ലഭിച്ച പണം സ്വരൂപിച്ചാണ് നെയ്യശ്ശേരി അഗ്രോ ഫുഡ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് പ്രവർത്തനം തുടങ്ങിയത്. പ്രാദേശിക കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചക്ക, കപ്പ, നാളികേരം, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്, നെല്ല് തുടങ്ങിയവ ഇടനിലക്കാരില്ലാതെ പരമാവധി വില നൽകി വാങ്ങുകയാണ് ആദ്യഘട്ടം. തുടർന്ന് ഇവ മായം കലർത്താതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കും. ഇതുവഴി കർഷകന്റെ വരുമാനവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. മികച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് നബാർഡിന്റെ ധനസഹായവും ലഭിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ സ്ഥാപനമായ നബാർഡിന്റെ ധനസഹായത്തോടു കൂടിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി നമുക്ക് ഏതാണ്ട് 10 ലക്ഷത്തിൽ പരം രൂപയുടെ ധനസഹായം കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പണം ഉപയോഗിച്ച് നമ്മൾ കമ്പനിയുടെ വിപുലീകരണത്തിന് വേണ്ടി പ്രധാനമായിട്ടും മെഷീനറികൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രയറുകൾ, പൾവറൈസർ, സ്റ്റീമർ തുടങ്ങിയ മെഷീനറികൾ ഉപയോഗിച്ച് കമ്പനി വിപുലീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ നാടൻ കുത്തരി, ഉണക്കിയ കപ്പ, വിവിധയിനം അച്ചാറുകൾ, ഉപ്പേരികൾ, പലഹാരങ്ങൾ, കറിപ്പൊടികൾ, വെളിച്ചെണ്ണ, ചക്ക കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഇവിടെ നിന്നും വിപണിയിൽ എത്തിക്കുന്നുണ്ട്. വർഷത്തിൽ എല്ലാ ദിവസവും ഇടനെയപ്പം തയ്യാറാക്കി നൽകുമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. പ്രദേശത്തെ ഏതാനും തൊഴിലാളികൾ കൈത്തൊഴിലായി ചെയ്തിരുന്ന ജോലികൾ നബാർഡ് സഹായത്തോടെ യന്ത്രവൽക്കരിക്കാനും ഉൽപാദനക്ഷമത കൂട്ടാനും സാധിച്ചതായി ഇവർ പറയുന്നു. ആദ്യഘട്ടങ്ങളിൽ മിക്കവാറും കമ്പനിയിലെ ജോലികൾ മാനുവലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ ധനസഹായത്തോടുകൂടി ലഭിച്ച മെഷീനറികൾ ഉപയോഗിച്ച് കുറേ കൂടി മെക്കാനൈസ് ചെയ്ത് പ്രവർത്തനം കുറേ കൂടി വിപുലീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുടർന്നും നബാർഡിൽ നിന്നെല്ലാം കൂടുതലായിട്ട് സാമ്പത്തിക സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തികച്ചും ആരോഗ്യപ്രദമായ അന്തരീക്ഷത്തിൽ ആണ് കമ്പനി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ബോധ്യപ്പെട്ടതുകൊണ്ടുകൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് കമ്പനിക്ക് വേണ്ടി ഏകദേശം 9 ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനം തികച്ചും സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ തികച്ചും കമ്പനിക്കുള്ളൊരു അംഗീകാരം കൂടിയാണത്. അമൃത ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.